പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 152 മണ്ഡലങ്ങളിലേക്കാണ് ഏപ്രിൽ 23-ന് ജനവിധി. അതിനുശേഷം ഏപ്രിൽ 29-ന് അവശേഷിക്കുന്ന 142 മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് നടക്കും. ആകെ 294 മണ്ഡലങ്ങളാണ് ബംഗാളിലുള്ളത്. BJPയെ സംബന്ധിച്ച് ഇത്തവണ അവർ അട്ടിമറി ജയമാണ് ലക്ഷ്യമിടുന്നത്. മമതാ ബാനർജിയെ മറികടന്ന് ഒരു വിജയം, ചരിത്ര വിജയം ബംഗാളിൽ സ്വന്തമാക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ആ രീതിയിലുള്ള പ്രചരണമൊക്കെയാണ് BJP കുറേ മാസങ്ങളായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ആദ്യഘട്ടത്തിൽ ഒരു മികച്ച പ്രകടനം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വേണം. ആദ്യഘട്ടത്തിലെ 152 മണ്ഡലങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് 90 മണ്ഡലങ്ങളിലെങ്കിലും BJPക്ക് വിജയിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ പിന്നെ പ്രതീക്ഷയില്ല എന്നതാണ് ഒരു വസ്തുത. ഗെയിം ഓവർ എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇതാണ് BJPക്ക് ശക്തിയുള്ള, പരമ്പരാഗതമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ BJP വളർന്നു വന്ന കഴിഞ്ഞ ഒരു 7-8 വർഷത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ BJPക്ക് കൂടുതൽ സീറ്റുകൾ വിജയിക്കാനും BJPക്ക് ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മേഖലകൾ ഒക്കെ വരുന്നത് ഈ നോർത്ത് ബംഗാളിലും പിന്നെ ഈ ജംഗിൾ മഹൽ എന്ന് പറയുന്ന പ്രദേശത്തുമാണ്. അപ്പോൾ നോർത്ത് ബംഗാളും ജംഗിൾ മഹലിലെയും ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഈ ഒരു ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ മുന്നേറ്റം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. കഴിഞ്ഞ തവണത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ 152 മണ്ഡലങ്ങളിൽ 92 മണ്ഡലങ്ങളിൽ ജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണ്. BJPക്ക് 59 മണ്ഡലങ്ങളിൽ ജയിക്കാൻ സാധിച്ചു. അപ്പോൾ ആ 59 എന്നുള്ള ടാലി ഏറ്റവും ചുരുങ്ങിയത് ഒരു 90-95 എങ്കിലും BJP ഇത്തവണ ഉയർത്തണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. നോർത്ത് ബംഗാളാണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം. അലിപർദ്വാർ, ഗൂർഖ മേഖലയായ ഡാർജിലിംഗ്, പിന്നെ കലിംപോങ്, ജയ്പാൽഗുഡി, കൂച്ച് ബിഹാർ, ഈ ഒരു മേഖല. അപ്പോൾ ഈ മേഖലയിൽ പരമാവധി മുന്നേറ്റം BJPക്ക് ഇത്തവണ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ നോർത്ത് ബംഗാളിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോർത്ത് ബംഗാളിൽ മാത്രം BJP 30 സീറ്റുകൾ നേടിയിട്ടുണ്ട്. 54 സീറ്റുകളാണ് ആകെയുള്ളത്. അവിടെ തൃണമൂലിനെ മറികടന്ന് കൂടുതൽ സീറ്റുകൾ നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. തൃണമൂലിന് 24 സീറ്റാണ് ലഭിച്ചത്, BJPക്ക് അത് 30 സീറ്റാണ്. പിന്നെ അതിനുശേഷം നടന്ന ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടി ലീഡ് ചെയ്യാൻ, അതായത് 31 സീറ്റുകൾ ലീഡ് ചെയ്യാൻ BJPക്ക് നോർത്ത് ബംഗാളിൽ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ മുസ്ലിം ഡൊമിനേറ്റഡ് ആയിട്ടുള്ള മാൾഡ, അതുകൂടാതെ ഉത്തർ ദിനാജ്പൂർ, സൗത്ത് ദിനാജ്പൂർ, ഈ മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. പിന്നെ മുർഷിദാബാദ് എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിം ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശവും ഫസ്റ്റ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നത് തന്നെയാണ് BJPക്ക് മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യം. അതിൽ തന്നെ ഇപ്പം പറയുകയാണെങ്കിൽ നോർത്ത് ബംഗാൾ കൂടാതെ തന്നെ ജംഗിൾ മഹൽ, ബാങ്കുര, പുരുളിയ, ജാർഗ്രാം, വെസ്റ്റ് മിഡ്നാപ്പൂർ, ഈസ്റ്റ് മിഡ്നാപ്പൂർ ഒക്കെ ഉൾപ്പെടുന്ന സുവേന്ദു അധികാരിയുടെയൊക്കെ തട്ടകം, ആ മേഖലയിലും BJPക്ക് അത്യാവശ്യം നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ അവിടെ ഒരു മുന്നേറ്റം BJPക്ക് ഇത്തവണ ഉണ്ടാക്കാൻ പറ്റും. നോർത്ത് ബംഗാളിനൊപ്പം അവിടെയും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നോർത്ത് ബംഗാളിൽ BJPയുടെ ഒരു പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് SC/ST കമ്മ്യൂണിറ്റികളൊക്കെയാണ്, OBC SC/ST കമ്മ്യൂണിറ്റികളാണ്. ഇപ്പം ഈ പറയുന്ന ജംഗിൾ മഹലിലാണെങ്കിലും അത് അങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ തവണ രാജബൻഷി എന്ന് പറയുന്ന വിഭാഗക്കാരുടെ വലിയ സപ്പോർട്ട് BJPക്ക് ലഭിച്ചത്. ഇത്തവണ അത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ഡാർജിലിംഗിൽ ഗൂർഖ ജനമുക്തി മോർച്ചയുടെയൊക്കെ പിന്തുണ, ഗൂർഖ വിഭാഗങ്ങളുടെയൊക്കെ പിന്തുണ BJPക്ക് ഉണ്ട്. പിന്നെ ടി എസ്റ്റേറ്റ് മേഖലയിലൊക്കെ, നോർത്ത് ബംഗാളിലെ ടി എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഒരു ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം BJPക്ക് നിലവിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത. കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയേറ്റ മേഖല കൂടിയാണ് നോർത്ത് ബംഗാൾ. പിന്നെ ഇപ്പം ഈ പറയുന്ന ജംഗിൾ മഹലിലാണെങ്കിലും സുവേന്ദു അധികാരിയുടെ ക്യാമ്പയിനിങ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ തട്ടകമാണ്. നന്ദിഗ്രാം ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അപ്പം അവിടെ നിന്നാണ് അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളുണ്ട്. ഒന്ന് മമതയ്ക്കെതിരെ ഭവാനിപ്പൂരിൽ, പിന്നെ നന്ദിഗ്രാം. ഈ നന്ദിഗ്രാം വരുന്നത് ഈ മിഡ്നാപ്പൂർ റീജിയനിലാണ്. അപ്പം അതും BJPക്ക് ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ നാദിയയ്ക്ക് മുകളിലുള്ള, അതായത് ഇപ്പോൾ ഈ പറയുന്ന മുർഷിദാബാദ്, പിന്നെ മാൾഡ, ഉത്തർ ദിനാജ്പൂർ, സൗത്ത് ദിനാജ്പൂർ, ഈ മണ്ഡലങ്ങളിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ വളരെ ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനൊരു മേൽക്കൈ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും നല്ല രീതിയിലുള്ള പോളറൈസേഷൻ, ഒരു കൗണ്ടർ പോളറൈസേഷൻ നിൽക്കുന്ന സാഹചര്യത്തിൽ BJPക്ക് ഒരു മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത് പലയിടങ്ങളിലും ജയിക്കാനുള്ളൊരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഫസ്റ്റ് ഘട്ടം 152 മണ്ഡലങ്ങൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് BJPക്ക് വളരെ നിർണായകമായിരിക്കും. അതിൽ ഒരു നിർണായക ചുവടുവയ്പ്, ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു അധികാരത്തിലേക്കൊക്കെ എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ രണ്ടാം ഘട്ടം 29-ന് വരുന്നത് മമതയ്ക്ക് ശക്തിയുള്ള, അതായത് ഈ സൗത്ത് ബംഗാളാണ്. നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ്, കൊൽക്കത്ത, ഹൂഗ്ലി, ഹൗറ,
പിന്നെ അതുകൂടാതെ നാദിയ. അപ്പോൾ ഈ മേഖലകളിലൊക്കെ മമതയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ തവണ ഈ 142 മണ്ഡലങ്ങൾ, അതായത് ഇത്തവണ രണ്ടാം ഘട്ടത്തിൽ ജനുവരി നടക്കുന്ന 142 മണ്ഡലങ്ങളിൽ 123 മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് ആണ് വിജയിച്ചത്. BJPക്ക് വെറും 18 മണ്ഡലങ്ങളാണ് ജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ നല്ലൊരു പ്രകടനം പുറത്തെടുത്ത് ഏറ്റവും ചുരുങ്ങുന്നത് ഒരു 100 മണ്ഡലങ്ങളെങ്കിലും BJPക്ക് ജയിക്കാൻ സാധിച്ചാൽ രണ്ടാം ഘട്ടത്തിൽ കുറച്ച് മുന്നേറ്റം ഈ പറയുന്ന കൊൽക്കത്തയ്ക്ക് ചുറ്റും സൗത്ത് 24 പർഗനാസിലും നോർത്ത് 24 പർഗനാസിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു അട്ടിമറി BJPക്ക് സാധ്യമാണ്. പ്രത്യേകിച്ച് ഈ ഭദ്രലോകിനിടയിൽ ഈ ചാറ്റർജി, ബാനർജി, മുഖർജി എന്നൊക്കെ പറയുന്ന മമതയുടെ ഒരു സ്ട്രോങ് വോട്ട് ബാങ്കായുള്ള ഈ വിഭാഗക്കാർക്കിടയിൽ, ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ വിഭാഗക്കാർക്കിടയിൽ ഇത്തവണ BJPയുടെ ഒരു അനുഭാവമുണ്ട്. ആർജിക്കർ വിഷയം, വിമൻ സേഫ്റ്റി, അതൊക്കെ ഒരു വലിയ വിഷയമാണ്. പിന്നെ ബംഗ്ലാദേശി ഇല്ലീഗൽ ഇമിഗ്രേഷൻ, മമതയുടെ അമിതമായിട്ടുള്ള മൈനോറിറ്റി അപ്പീസ്മെൻറ്റ്, അപ്പം ഇതൊക്കെ വലിയ ചർച്ചയാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിലൊക്കെ നല്ല പെർഫോമൻസ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത് ഇത്തവണ പറ്റും എന്നുള്ളൊരു വിശ്വാസം BJPക്ക് ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണ നേടിയ 18 ഒരു 40-50 ഒക്കെ ആക്കാൻ BJPക്ക് ചിലപ്പോൾ ഇത്തവണ സാധിക്കും. കാരണം ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു പ്രശ്നം ഈ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ഫേസിൽ BJPക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിലവിൽ ബേസുള്ള സംഘടനാ സംവിധാനമുള്ള പ്രദേശങ്ങളിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ ഈ സെക്കൻഡ് ഫേസിലെ ആ ഒരു ആനുകൂല്യം പാർട്ടിക്ക് ഗുണമായി മാറുകയുള്ളൂ. ബംഗാളിൽ പൊതുവെ ഒരു ക്ലോസ് ഫൈറ്റാണ് നടക്കുന്നതെന്നുള്ള അസംഷൻ തന്നെയാണ് ഒരുവിധം നിഷ്പക്ഷരായിട്ടുള്ള സെഫോളജിസ്റ്റുകളും അതുകൂടാതെ ഈ ജേർണലിസ്റ്റുകളെല്ലാം പങ്കുവെക്കുന്നത്. ഗ്രൗണ്ട് റിയാലിറ്റി അത് തന്നെയാണ്. കാരണം മമതാ ബാനർജിയും BJPയും തമ്മിലുള്ള, തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ആ ഒരു മാർജിൻ, ആ ഒരു ഡിഫറൻസ് വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10% ഡിഫറൻസ് ഉണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ സീറ്റുകൾ BJPക്ക് കുറഞ്ഞെങ്കിലും വോട്ട് ഡിഫറൻസ് കുറഞ്ഞു. 7% അത് കുറഞ്ഞു. 10-ൽ നിന്ന് 7% തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ക്യാപ്പ് കുറഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതൊരു 5% എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൊതുവെ ഒരു അസംഷനായിട്ട് നിൽക്കുന്നത്. കാരണം ഈ SIRൻ്റെ ഡിലീഷൻ, SIRൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി വരുമ്പോൾ BJP ഒരു 4.5% വോട്ടുകൾ കൂടി ഇത്തവണ പിടിക്കുകയാണെങ്കിൽ, എക്സ്ട്രാ പിടിക്കുകയാണെങ്കിൽ, അതായത് BJPയുടെ ഒരു ബേസ് വോട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു 40%, 39%. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39%, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38% ലഭിച്ചത് 2021. അപ്പോൾ ഈ ഒരു 5% ആഡ് ഓൺ ചെയ്യാൻ BJPക്ക് സാധിക്കുകയാണെങ്കിൽ മത്സരം എക്സ്ട്രീം ക്ലോസ് ആവും. അപ്പോൾ നേരിയൊരു അഡ്വാൻറ്റേജ് BJPക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത. പ്രത്യേകിച്ച് ഒരു 150 ഒക്കെ BJP ക്രോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു 44-45% വോട്ട് BJP പിടിക്കുകയാണെങ്കിൽ 150 എന്നുള്ള ആ ഒരു മാജിക്, 148 മാജിക് നമ്പർ, 150 ഒക്കെ ക്രോസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് BJPയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ബംഗാളിൽ മുഴുവൻ നിൽക്കുകയാണ്. ഏതാണ്ട് ഹിന്ദു ഭൂരിപക്ഷമായുള്ള 180 മണ്ഡലങ്ങളിലും പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ് കൺവേർഷൻ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് BJPക്ക് ആയിരിക്കും. ഏതാണ്ട് സെയിം വോട്ട് രണ്ട് പാർട്ടികൾ പിടിക്കുകയാണെങ്കിൽ പോലും BJPക്ക് കുറച്ച് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് സെഫോളജിസ്റ്റുകളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ അനലൈസ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു സ്റ്റാറ്റ്സ് ആണ്. എന്തായാലും അത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഹിന്ദു വോട്ടാണ്. കാരണം ഹിന്ദു വോട്ട് എത്രത്തോളം ഇത്തവണ കൂടുതൽ BJP പിടിക്കും അതിനെ ആശ്രയിച്ചിരിക്കും ഫൈനൽ ഔട്ട്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏതാണ്ട് 56% വരുന്ന ഹിന്ദുക്കളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ബംഗാളിലെ ആകെയുള്ള ഹിന്ദുക്കളുടെ 56% BJPയെ പിന്തുണച്ചു എന്നതാണ് കണക്ക്. അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 52% അപ്പം 4% എഡീഷണൽ പിന്തുണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ BJP ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആ ഒരു ഹിന്ദു വോട്ട് കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പാണെങ്കിലും നല്ലൊരു പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP കൂടുതൽ വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട്. ഒരു 7-8% എഡീഷണൽ ഹിന്ദു വോട്ട് BJPക്ക് പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു 5% സ്വിങ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് 180 ക്രോസ് ചെയ്യാനും ഭരണത്തിൽ വരാനും ഉള്ള ഒരു സാധ്യതയാണ് തെളിയുക. എന്തായാലും ഹിന്ദു പോളറൈസേഷൻ വളരെ ശക്തമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയുടെ ട്രഡീഷണൽ മേഖലകൾ, അതായത് ട്രഡീഷണൽ മേഖലകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നോർത്ത് ബംഗാൾ, അതുകൂടാതെ വെസ്റ്റ് പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ജംഗിൾ മഹൽ, അതുകൂടാതെ തന്നെ ഈ സൗത്ത് ബംഗാൾ നഗര കേന്ദ്രീകൃതമായുള്ള കൊൽക്കത്തയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു ഹിന്ദു പോളറൈസേഷൻ ഇത്തവണ BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് BJP പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പോളറൈസേഷനിലേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പം നിലവിൽ ഒരു 5% അല്ലെങ്കിൽ ഒരു 4.5% ഡെഫിസിറ്റാണ് ഈ SIR ഡിലീഷൻ
കൂടി കണക്കിലെടുക്കുമ്പോൾ ഉള്ളത്. കാരണം ഈ SIR ഡിലീഷൻ കാരണം ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്സിനാണ്. തൃണമൂലിൻ്റെ വോട്ടാണ് കൂടുതലായിട്ട് പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു കാൽക്കുലേഷനാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് ഒരു 4-4.5%, ഒരു 5% വോട്ട് ഇത്തവണ പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്തായാലും പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റും എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷേ മത്സരം എക്സ്ട്രീം ടൈറ്റാണ്. BJPക്ക് ഇപ്പോഴും ബംഗാളിൽ ഒരു ചാൻസ് ഉണ്ട്. മമതയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ആ എഡ്ജ് എപ്പോൾ വേണമെങ്കിലും മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൈപ്പോളർ കോണ്ടസ്റ്റ് ആയിട്ട് ബംഗാളിലെ പോരാട്ടം മാറിയിരിക്കുന്നു എന്നതാണ് ഒരു സത്യാവസ്ഥ.